ഇപ്പം ഇലക്ഷൻ അടുത്തിരിക്കുന്ന സമയത്ത് ഈ കോൺഗ്രസിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നേരത്തെ പ്രസംഗിക്കേണ്ടായി 20 സീറ്റ് നേടും എന്നുള്ളൊരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തൃശ്ശൂരും വടകരയും ഇവിടെ എന്താണ് വളരെ ശക്തമായിട്ടുള്ള പോരാട്ടം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം ഈ കോൺഫിഡൻസ് അവസാനം വരെ കാണും. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി 20 സീറ്റും നേടാൻ വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം ചെയ്യുകയാണ്. 20 സീറ്റും ജയിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 19 സീറ്റ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിച്ചു. അതിൽ നിന്ന് മാറിയ ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലില്ല. അന്ന് നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും എന്തായിരുന്നു ജനവികാരം, അതേ ജനവികാരം അതിനേക്കാൾ രൂക്ഷമായി ഇന്ന് വീണ്ടും തുടരുകയാണ്. ഈ 5 വർഷക്കാലം പിണറായി വിജയൻ്റെ ഭരണത്തിലുണ്ടായിരുന്ന അസഹിഷ്ണുതകളും ഭരണത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരവും അത് 8 വർഷക്കാലം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ വർദ്ധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഓരോ സ്ഥലത്തും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ ഇരട്ടി ഭൂരിപക്ഷം ലഭിക്കാനുള്ള സാഹചര്യമുണ്ട്. എല്ലാ ജനങ്ങളും, സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും പെട്ടുന്ന ജനങ്ങളെ ഇതുപോലെ ദുരിതപൂർണമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് തള്ളിവിട്ട സർക്കാരുകളുടെ പ്രവർത്തനങ്ങളെ മുൻകാലങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പട്ടിണിക്കാരുടെ എണ്ണം കൂടുകയാണ്. സാധാരണക്കാരന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുന്നു. അത് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നു. രാജ്യത്ത് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, രാജ്യത്ത് ജീവന് പോലും വിലയില്ലാതായിരിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇതൊക്കെ നിലനിൽക്കുകയാണ്. CA/NRC പോലുള്ള വിഷയങ്ങൾ, അതുപോലെ പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ വിലവർദ്ധനവ്, ഗ്യാസിൻ്റെ വിലവർദ്ധനവ്, നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ്, സമൂഹത്തിൽ ജനങ്ങളെ എല്ലാവരെയും ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളിലും തികഞ്ഞ പരാജയമായ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വലിയ ജനവികാരം ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും വലിയ തിരിച്ചുവരവ് സംസ്ഥാനത്ത് നടത്തും. വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. കഴിഞ്ഞ തവണ ആലപ്പുഴ വിട്ടുപോയ സീറ്റാണ്. ആലപ്പുഴ ഇത്തവണ KC വേണുഗോപാൽ, കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്, അദ്ദേഹമാണ് മത്സരിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു കോതമംഗലത്ത് നടന്ന അന്ന് ആ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗത്ത് അത് എങ്ങനെയാണെന്ന് ഈ പ്രതിഷേധത്തിലേക്ക് വല്ലതും പോകുന്നുണ്ടോ, അതോ അത് തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു? അല്ല, കേരളത്തിലെ ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് ഈ വനയോര മേഖലകളിൽ താമസിക്കുന്ന ആളുകൾ. ലക്ഷക്കണക്കിന് ആളുകളാണ് താമസിക്കുന്ന ജനങ്ങളുള്ളത്. അപ്പോൾ ഈ കുടുംബങ്ങളിൽ ഈ ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് സ്വന്തം ജീവിതം സുരക്ഷിതമല്ലാത്ത സാഹചര്യത്തിലേക്ക് ഇന്ന് മാറിയിരിക്കുകയാണ്. വന്യജീവികൾ, കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപന്നിയും അതുപോലെ ഉള്ള മൃഗങ്ങൾ ഇവരെ എല്ലാവരെയും ആക്രമിക്കുകയാണ്, കൊലപ്പെടുത്തുകയാണ്. ഇത് വലിയ പ്രശ്നമായി ഇന്ന് കേരളത്തിലെ വനമേഖലയോട് അടുത്ത് താമസിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളായി മാറിയിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതെ ജനങ്ങളെ മരണത്തിലേക്ക് തള്ളിവിടാനുള്ള ഉത്തരവാദിത്വം ഈ സർക്കാരിൻ്റെതല്ലേ? വയനാട് പുൽപ്പള്ളിയിലാണ് ഒരാൾ പള്ളിയിൽ പോയി ഞായറാഴ്ച കുർബാനയ്ക്ക് പോയി തിരിച്ചു വരുന്ന വഴി ആന ചവിട്ടിക്കൊന്നത്. അവരുടെ 8ാം ക്ലാസ്സിൽ പഠിച്ച മകളുടെ വികാരം ഒന്ന് മതി, ആ കൊച്ചിൻ്റെ കരച്ചിലൊന്ന് മതി ഈ സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ. അപ്പോൾ ആരും കരഞ്ഞിട്ട് കാര്യമില്ല, ആരും പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇങ്ങനെയേ പോകൂ എന്ന് വെച്ചാൽ ആ സർക്കാരിനെ നിലക്ക് നിർത്താനും ഈ പാവപ്പെട്ടവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഉള്ള ബാധ്യത കേരളത്തിലെ പ്രതിപക്ഷത്തിനും UDF-നും ഉണ്ട്. ഏതറ്റം വരെയും സമരം പോയി അത് ചെയ്തു കൊടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. അതാണ് കോതമംഗലത്ത് നടന്നത്. കോതമംഗലത്ത് 70 വയസ്സിനോടടുത്ത് ഇന്ദിരാമ എന്ന് പറയുന്ന ഒരു വൃദ്ധയായ മാതാവിനെ അതിൻ്റെ മരണത്തിൻ്റെ 4 ദിവസക്കാലം മുമ്പ് അവിടെ ആന ഇറങ്ങിയെന്ന് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് വിളിച്ചു പറഞ്ഞിട്ട് ഒരാൾ പോലും വന്നില്ലല്ലോ. ആ ആന പട്ടാപ്പകലാണ്, രാവിലെ 9:30 മണിക്കാണ് ചവിട്ടി കൊലപ്പെടുത്തുന്നത്. അപ്പോൾ പകലും രക്ഷയില്ല, രാത്രിയും രക്ഷയില്ല. മരണപ്പെട്ടവരുടെ ബോഡി എത്രയും പെട്ടെന്ന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടത്തി ദഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികളാണ് സർക്കാർ സ്വീകരിച്ചത്. അതല്ലല്ലോ ചെയ്യേണ്ടത്. ജനങ്ങളുടെ പ്രതിഷേധം കാണണ്ടേ, അവർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണ്ടേ, അവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കാണണ്ടേ. ഇതൊന്നും കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ആ മൃതദേഹവുമായി ആ കുടുംബത്തോടൊപ്പം ആ നാട്ടുകാരോടൊപ്പം ഞങ്ങളും സമരം ചെയ്ത്. ഡീൻ കുര്യാക്കോസും മാത്യു കുഴൽനാടനും ഞാനും ആ സമരത്തിൽ പങ്കാളികളായതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ്. ആ സമരത്തിന് വലിയ റിസൾട്ട് ഉണ്ടായി. കേരളം ഇത് മുഴുവൻ ഒരു സംസ്ഥാന ദുരന്തമാണെന്ന് പ്രഖ്യാപിച്ചു. ആ 2.5 കിലോമീറ്റർ ആ പ്രദേശത്ത്, നെരിമംഗലത്ത് ആ പ്രദേശത്ത് ഇലക്ട്രിക് ഫെൻസിങ് നടത്താൻ തീരുമാനിച്ചു. RRTയുടെ സ്പെഷ്യൽ ടീം വരാൻ തീരുമാനിച്ചു. ആ കുടുംബത്തിന് താൽക്കാലിക ജോലിയെങ്കിലും ആ കുടുംബത്തിലെ ഒരാൾക്ക് കൊടുക്കാനും സാധിച്ചു. അപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എതിർശബ്ദങ്ങൾ ഉണ്ടാകണം, പോരാട്ടങ്ങൾ ഉണ്ടാകണം, പ്രതിഷേധങ്ങൾ ഉണ്ടാകണമെന്നാണ് സർക്കാർ വിചാരിക്കുന്നത്. അത് തീർച്ചയായും ഉണ്ടാകും.